ഗവർണർക്കെതിരെ കാലടി സംസ്കൃത സർവകലാശാല കവാടത്തിന് മുൻപിൽ SFIയുടെ ബാനർ. ഭാരതാംബയല്ല ഭരണഘടനയാണ് നട്ടെല്ല് എന്നാണ് ബാനറിലെ വാചകം. ശക്തമായ പ്രതിഷേധം ഗവർണർക്കെതിരെ സംസ്ഥാനത്തിന്റെ പല ക്യാമ്പസുകളിലുമുണ്ട്. SFI, DYFI പോലെയുള്ള ഇടതുപക്ഷ സംഘടനകൾ ഒരു പരസ്യ പോരിന് ഗവർണർക്കെതിരെ വീണ്ടും രംഗത്തെത്തുന്നു എന്നതാണ് സാഹചര്യം. നവമി ദിനേശ് ചേരുന്നു. നവമി, നമ്മൾ കണ്ടതാണ് മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് SFI അടക്കമുള്ള സംഘടനകൾ വഴിയിൽ തടഞ്ഞടക്കം പ്രതിഷേധമുയർന്നതിന് സമാനമായ രീതിയിലേക്ക് ഇത് പോവുകയാണോ? എന്താണ് കാലടി സർവകലാശാലയിലെ SFIയുടെ നീക്കം? സജിത്ത്, സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിലാണ് ഗവർണറും SFIയും തമ്മിലുള്ള പോര് മറുഭാഗത്തേക്ക് നടക്കുന്നത്. ഇവിടെ ഏറ്റവും ഒടുവിൽ കാലടി സർവകലാശാലയ്ക്ക് മുന്നിലാണ് ഗവർണർക്കെതിരെ ബാനറുകൾ ഉയർന്നിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ഭാരതാംബയല്ല ഭരണഘടനയാണ് നട്ടെല്ലെന്ന തരത്തിലുള്ള ബാനറുകളാണ് ഉയർന്നിരിക്കുന്നത്. സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനും SFIയും തമ്മിലുള്ള പോര് അത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പുതിയ ഗവർണർ വരുമ്പോഴെങ്കിലും സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള പോര് അവസാനിക്കുമെന്ന് കരുതിയെങ്കിൽ പോലും അതിനെയൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭാരതാംബയുടെ വിഷയം വരുമ്പോൾ വീണ്ടും ഗവർണർക്കെതിരെ ക്യാമ്പസിനുള്ളിലും പുറത്തുമായിട്ട് വലിയ പ്രതിഷേധം നടന്നിരിക്കുന്നത്. ഇനി എന്തായാലും എന്താണ് ഇതിലെ തുടർ നടപടി എന്നോണം ഈ ഒരു പ്രതിഷേധം വീണ്ടും തുടരാനാണോ സാധ്യത? ഈ ഭാരതാംബയുടെ പേരിനെ ചൊല്ലി ഈ SFI സംഘടനകളും തമ്മിൽ തെരുവിലേക്ക് ഒരു പ്രതിഷേധവുമായി ഇറങ്ങാനുള്ളൊരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും കാലടി സർവകലാശാലയ്ക്ക് മുന്നിലാണ് ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു ബാനർ പ്രത്യക്ഷപ്പെട്ടത്. സജിത്ത്, കാലടി സർവകലാശാലയ്ക്ക് മുന്നിൽ SFI വലിയ പ്രതിഷേധവുമായി വരുന്നു. ഗവർണർക്കെതിരെ ബാനർ ഉയർത്തുന്നു. അങ്ങനെ കൂടുതൽ പരസ്യ പ്രതിഷേധം വിവിധയിടങ്ങളിൽ ഉണ്ടാവുന്നു എന്നാണ് സാഹചര്യം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവിടെ BJPയുടെ നേതൃത്വത്തിലാണ് ഗവർണർക്ക് പിന്തുണയുമായി ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് അവിടെ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ ആ തരത്തിൽ നടക്കുകയും ചെയ്തത്.